ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡയമണ്ട് കിഴി റിയാക്ഷൻ കൽക്കി 2898 AD സിനിമയുടെ ഒരു ലേറ്റസ്റ്റ് പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ ദുൽഖർ സൽമാൻ ഈ യൂണിവേഴ്സിലെ ക്യാപ്റ്റനാണ്. അവരത് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രഭാസ് ഇതിൻ്റെ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. അതായത് ഈ പോസ്റ്റർ സ്റ്റോറി ഇട്ടിട്ട് പറഞ്ഞത് മൈ ക്യാപ്റ്റൻ എന്നുള്ളതാണ്. ഒരു സത്യം ചില്ലറ കാര്യമാണോ അല്ലേ? ഒരിക്കലും അത് ചില്ലറ കാര്യമല്ല. ഇനി അടുത്ത ഭാഗം വരുമ്പോഴേക്കുള്ള ചിന്തയും കൂടി അതിനകത്തേക്ക് വരും. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. എന്തുകൊണ്ട് മൈ ക്യാപ്റ്റൻ, എന്തുകൊണ്ട് ആൾക്ക് ക്യാപ്റ്റൻ എന്ന പേര്, അതൊക്കെ നമുക്ക് അതിന്റെ പാർട്ട് 2 കാണാം. സംഭവം ഭയങ്കരമായിട്ട് ട്രോൾ ചെയ്യവരുണ്ട്. ഇത് ദുൽഖറിന് ചെറിയ റോള്, ഒരു മിനിറ്റിന്റെ പോലും ഇല്ലല്ലോ എന്ന് പറഞ്ഞവര്. അപ്പോൾ നമ്മുടെ കമൽഹാസന് ശരിക്കും 7 മിനിറ്റിന്റെ അടുത്തില്ല. അതെ, അതിലും കുറവാ. ആളും കാമിയാണ്. അതെ. അപ്പോൾ ആളുടെ പവർ നമുക്ക് എവിടെ ഫീൽ ചെയ്യുന്നത്, അതായത് രണ്ടാമത്തെ പാർട്ടിൽ ആൾ എന്തായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പാർട്ടിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ദുൽഖറിൻ്റെ ഈ ക്യാരക്ടർ. അതായത് ഇനി വരാൻ പോകുന്ന പാർട്ട് 2 ആള് ദുര്യോധനായിരിക്കുമോ, കൃഷ്ണനായിരിക്കുമോ, അതോ പരശുരാമനായിരിക്കുമോ, അതോ ഇനി മറ്റാരെങ്കിലും ആണോ? അത് അടുത്ത പാർട്ടിൽ നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും ദുര്യോധനൻ ലേറ്റസ്റ്റ് ആയിട്ട് കയറി വന്നതാണ്. പലയിടങ്ങളിലും അതായത് ഏതാണ്ട് ഈ ഒരു പോസ്റ്റർ ഇവർ ഒഫീഷ്യലായിട്ട് വൈജയന്തി അപ്ലോഡ് ചെയ്തിട്ടുണ്ടല്ലോ, അതിന് താഴെ കമന്റ്സ് തന്നെ ഏതാണ്ട് ദുര്യോധനാണെന്നുള്ള രീതിയിലൊക്കെ വരുന്നുണ്ട്. പല ഇതിന് നമ്മുടെ വീഡിയോന്റെ അടിയിൽ തന്നെ വന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, ദുര്യോധനായിക്കൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. അത് നല്ല ചിന്തയാണ്. പിന്നെ തീർച്ചയായിട്ടും, കാരണം കർണനും അശുദ്ധാത്മാവുമാണല്ലോ മെയിൻ ഇപ്പത്തെ, അതായത് ധർമ്മ സംഭവത്തിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അന്ന് ആ കൂട്ടത്തിൽ അതിനു വേണ്ടി ഇറങ്ങാത്ത മറ്റൊരാളായിരുന്നു ദുര്യോധനൻ. അപ്പോൾ ആ ആൾക്ക് ഈ ഒരു ജന്മത്തിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന സംഭവം ഇവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്നുള്ള രീതിയിൽ മേ ബി നോക്കാം. അങ്ങനെ ആയിരിക്കാം. എന്താണെങ്കിലും അടുത്തത് വിജയ് ദേവാരകൊണ്ട. അടിപൊളി. അർജുനൻ. സംഭവം തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു, കട്ടാ സ്പോയിലറാണ്. അതുകൊണ്ട് സിനിമ കാണാത്തവർ ഇറങ്ങിപ്പോണ്ടതാണ്. ഇതിനകത്ത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചെങ്കിലും ഇങ്ങനെ മാറ്റി പിടിക്കുന്നത്. എല്ലായിടത്തും ലീക്ക് ആയിട്ടുണ്ട് ഈ സാധനങ്ങൾ. എല്ലാവരും ഓപ്പൺ ആയിട്ട് പറയലും പിന്നെ എല്ലാം ഏതാണ്ട് ഇൻസ്റ്റാഗ്രാം തുറന്നോ ഇത് തന്നെയാണ്. അതെ, ഏറ്റവും കൂടുതൽ സിനിമയെ കുറിച്ച് എല്ലാം പുറത്ത് പറഞ്ഞ പല ആൾക്കാരും സിനിമ കണ്ടു കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇന്നതുണ്ട്, ഇന്ന ടീമുകളുണ്ട് എന്നുള്ളതൊക്കെ. അത് മാത്രല്ല ഇവര് തന്നെ ഒഫീഷ്യലായിട്ട് സ്പോയിലറാക്കി. അതെ, ഇപ്പോഴും ഇത് തന്നെ. ഇപ്പൊ വിജയ് ദേവാരകൊണ്ട് പോസ്റ്റർ വെച്ച് ആളുടെ DP മാറ്റി, DP അർജുനന്റെ എടുത്തിട്ടിരിക്കുന്നത്. അതെ, ആ വേഷത്തിൽ ആ കോസ്റ്റ്യൂമിലുള്ള ഫോട്ടോ ആണ് ഇപ്പോൾ ആള് ലേറ്റസ്റ്റ് ആയിട്ട് DP ആക്കിയിരിക്കുന്നത്. ഇതൊരു മറുപടി കൂടിയാണ് കേട്ടോ. ഇനി അധികം ചൊറിയാൻ നിൽക്കണ്ടെന്നുള്ളത് അത്രേ ഉള്ളൂ. അതായത് നമ്മുടെ ഇങ്ങോട്ട് ഭയങ്കരമായിട്ട് ആളെ അക്സെപ്റ്റ് ചെയ്തു ആ ലുക്കില്. പിന്നെ ആളുടെ ആ ഒരു പെർഫോമൻസ് ഒക്കെ വളരെ മികച്ചതായിരുന്നു. നല്ല ഗൂസ്ബം ഫീലായിരുന്നു. പക്ഷേ തെലുങ്കാനയിൽ ഭയങ്കരമായിട്ട് നെഗറ്റീവായിരുന്നു. അത് ഈ തെലുങ്ക് ക്ലിപ്സ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. കാരണം ആളുടെ സൗണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട്. അത് തെലുങ്കില് ആള് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. മറ്റതൊക്കെ വേറെ ആരെയോ വെച്ചതാ. പക്ഷെ അങ്ങനെ വേറെ ആരെ കൊണ്ടും ചെയ്യിപ്പിച്ചാൽ മതിയായിരുന്നു, അതിന്റെ ഒരു പവർ കിട്ടിയാണ്. പിന്നെ അതിനൊരു ഗാംഭീര്യവും പിന്നെ വോയിസ് മോഡുലേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. പക്ഷെ ലുക്കും കാര്യങ്ങളും പെർഫോമൻസ് ഒക്കെ വേറെ തന്നെയായിരുന്നു. അത് അടിപൊളി തന്നെയായിരുന്നു. അത് അല്ലെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മള് ആളെ കണ്ടപ്പോൾ തന്നെ ഞെട്ടി, അത് വേറെ സത്യം. എന്താണെങ്കിലും അടുത്തത് ഇതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളുണ്ട്. നമ്മൾ ആരും ശ്രദ്ധിക്കാതെ പോയ ബുജി. ശ്രദ്ധിച്ചിട്ടുണ്ട്. ചെറിയ ഒരു വെറുപ്പും തോന്നിയായിരുന്നു ആദ്യം. ബുജിയുടെ വെറുപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും, അതായത് മലയാളികൾ എന്തായാലും ഇത് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് വെറുപ്പിക്കലാണ് ബുജി. ഭൈരവിയും ബുജിയും തമ്മിലുള്ള പല സീനുകളും നമുക്ക് വർക്കാവുന്നില്ല ഇന്റർവെല്ലിന് മുമ്പുള്ളത്. അതിന് മെയിൻ കാരണം ആളിങ്ങനെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ശല്യം ചെയ്തോണ്ടിരിക്കുക. എന്തൊരു ചിലപ്പാണ് ആ തലയും എടുത്ത് ഒളിച്ചളയായിരുന്നു. അതായത് എന്തെങ്കിലും ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു സീൻ നടക്കുന്ന സമയത്ത് പോലും അതിൻ്റെ ഇടയിലൂടെ ഈ ബുജിയുടെ ശല്യം ഭയങ്കരമാണ്. ഇത് ശരിക്ക് ബുജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഈ സിനിമയിൽ ഇങ്ങനെയുള്ള ചില സീനുകൾ എന്നുള്ളത്. അതായത് നമ്മളെ ശല്യം ചെയ്യുന്നത് പോലെ തന്നെയാണ് അതിൽ ഭൈരവയെ ഈ ബുജി ശല്യം ചെയ്യുന്നത് അല്ലേ. ആ ഒരു ക്യാരക്ടറിന് എന്തുമാത്രം പ്രാധാന്യം ഉണ്ടെന്നുള്ളത് പിന്നീടാണ് നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് നോക്കുമ്പോഴാണ് അത് മനസ്സിലായി വരുന്നത്. അതായത് ഇന്ന ആള്, അതായത് ഭൈരവ ആരാണ് എന്ന് അറിഞ്ഞുകൊടുക്കുന്നതാണ് നമുക്ക് ഈ ബുജി ആരാണെന്നുള്ളത് അറിയാം. കാരണം ആ ആളുടെ തേരാളിയാണ്
ഈ ബുജി എന്ന് ഇതിൽ പേരെന്നുള്ളൂ. അന്ന് കിങ് ശല്യ, കർണന്റെ തേരാൾ. അതെ, ആളുടെ പേര് പോലെ തന്നെയായിരുന്നു, ഭയങ്കരമായിട്ടുള്ള ശല്യം ചെയ്തോണ്ടിരിക്കുകയായിരുന്നു യുദ്ധത്തിലൂടെ നീളം. അതെ, കർണന്റെ ദേഹത്ത് ഈ കോഴിപ്പൻ കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ, അതുപോലത്തെ ശല്യമായിരുന്നു. അങ്ങനത്തെ അതേ ക്യാരക്ടറിനെയാണ് ഭൈരവേരെ സാരഥിയായിട്ട് ബുജിയായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ പിന്നീട് നമ്മൾ ഈ കർണനിലേക്ക് മാറിക്കഴിയുമ്പോഴാണ് കർണന്റെ തേരാളി കിങ് ശല്യ, അതേ ക്യാരക്ടറിനെയാണ് ഇവിടെ ബുജിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. അപ്പം ആ ഒരു സംഭവമാണ് ബുജിനെ അധികം ആരും അങ്ങോട്ട് മൈൻഡ് ചെയ്യാണ്ട് പോയത്. അതെ, അപ്പോൾ മൈൻഡ് ചെയ്യണം തീർച്ചയായിട്ടും. എന്തായാലും ഇനി മറ്റൊന്ന്, നമ്മളൊക്കെ ഇപ്പോൾ ആകാംക്ഷയോടെ ഇരിക്കുകയാണല്ലോ പാർട്ട് 1 കണ്ടതിന് ശേഷം. ഇനി ഒന്ന് പാർട്ട് 2 എന്നുള്ളതാണ്. പാർട്ട് 2 ആൾറെഡി 60% ഷൂട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ട്. ഇത് ഒഫീഷ്യലാണ്, ഇതിൻ്റെ പ്രൊഡ്യൂസറാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി 40% ഷൂട്ട് മതി. അപ്പോൾ അതിനുള്ള കുറച്ച് സമയം, പിന്നെ ആൾറെഡി ഇതിൻ്റെ VFX വർക്കുകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 60% ചെയ്ത് വെച്ചിട്ടില്ലേ, അതിൻ്റെ കൊള്ളാലോ അല്ലേ, സംഭവം കൊള്ളാം. പക്ഷെ വീണ്ടും ഒരു ചെറിയൊരു വിഷമം ആ വഴിക്ക് കൂടി വരും. കാരണം ഭൈരവേന്റെയും മറ്റേ ബുജിന്റെയും ഊളത്തരങ്ങൾ കുറെ ഉണ്ടാവും ഇനി. അതായത് ഇപ്പോൾ സിനിമ റിലീസായതിനു ശേഷമാണ് ഇതിന് നെഗറ്റീവ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടിലെ ഈ കോമഡി ഒന്നും ശരിയായ രീതിയിൽ വർക്ക് ആയിട്ടില്ല എന്നുള്ളത്. അത് എല്ലായിടത്തും സെയിം ആണ്. അത് ഇവിടെ മാത്രമല്ല, മലയാളികൾ മാത്രമല്ല, എല്ലായിടത്തും അത് നെഗറ്റീവായിട്ട് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെ ഇനി മാറ്റിമറിക്കാൻ ആൾറെഡി ചെയ്തു വെച്ചതാണെങ്കിൽ, അതിൽ ഇതേ മൈൻഡിൽ തന്നെയാണെങ്കിൽ ആൾറെഡി ഈ രീതിയിലുള്ള കോമഡി ഉണ്ടാവും. ഇത് എന്തായാലും ഉണ്ടാവും. കാരണം ഭൈരവയായിട്ട് തന്നെയാണ് ഇപ്പോഴും ക്ലൈമാക്സിൽ നിർത്തിയിരിക്കുന്നത്. അപ്പം ആളുടെ ആ ഒരു സ്വഭാവം എന്താണോ അത് തന്നെയായിരിക്കും ഇനി അടുത്ത പാർട്ട് വരുമ്പോഴും ഉണ്ടാവുക. അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ കണ്ടില്ലേ, ആ രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. ആ രീതിയിലാണെങ്കിൽ വേറെ ലെവലാട്ടോ. കുറച്ചൊക്കെ അല്പം അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കോമഡികളൊക്കെ വെച്ചിട്ട് പോകുന്നതൊക്കെ രസമായിരുന്നു. അതിൽ ഏറ്റവും വർക്കായൊരു സാധനമുണ്ട്, ആ ഇടിക്കുന്ന സമയത്ത് കൈയോടെ അതൊരു 1.5 സീനാണ്. അത് അമിതാഭ് ബച്ചനായിട്ട് ഒരു കുത്തു കൊടുത്തു കഴിഞ്ഞിട്ട് അത് അടിപൊളി സംഭവം. അങ്ങനെ കയ്യും പൊത്തി പിടിച്ചിരുന്ന നടത്തവും അത് നന്നായിട്ട് ആ സമയത്ത് തിയേറ്റർ കുലുങ്ങിയിട്ടുണ്ട്. അതെ, എന്താണെങ്കിലും സെക്കൻഡ് പാർട്ട് വരാൻ പോകുന്നത് 2026 സമ്മറോടെ ആയിരിക്കും എന്നാണ് കേൾക്കുന്നത് കേട്ടോ. അതായത് ഇനിയും 1.5 വർഷത്തോളം, 2 വർഷത്തോളം തന്നെ കാത്തിരിക്കണം ഏതാണ്ട്. അപ്പോൾ അത് വർക്ക് ചെയ്ത് ഇങ്ങനെ കുറച്ച് ഇങ്ങനെ മുന്നോട്ട് പിന്നെയും പോകും. ഉണ്ടാവോ പറയാൻ പറ്റില്ല, നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാം. എന്തായാലും നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. തീർച്ചയായിട്ടും, കാരണം പലതും കാണാനുണ്ട്. കർണനാണെങ്കിൽ പല കാര്യങ്ങളും നമുക്ക് നേരിട്ട് അനുഭവിച്ചറിയാനുണ്ട്. എന്താണെങ്കിലും സിനിമയുടെ കളക്ഷൻ 2 ദിവസം കൊണ്ട് 300 കോടി കളക്ട് ചെയ്തിട്ടുണ്ട് വേൾഡ് വൈഡ്. ഗംഭീര കളക്ഷനാട്ടോ. അതെ, ഒഫീഷ്യലായിട്ട് ഇവർ പുറത്തുവിട്ടിരിക്കുന്നത് 298 കോടിയാണ്. എന്തായാലും 300 കഴിഞ്ഞു. എന്നാലും വളരെ സന്തോഷം, അതിനുള്ളൊരു മുതലുണ്ടല്ലോ. പിന്നെ തീർച്ചയായിട്ടും. പിന്നെ മറ്റൊന്നും കൂടി ഉണ്ട്, അതായത് ഈ 2ാമത്തെ പാർട്ടിൻ്റെ പേര് അത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു ഡൗട്ടും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ പാർട്ട് 1 എങ്ങനെ നിർത്തി വെച്ചിരിക്കുന്നത്, എവിടെ അവസാനിച്ചു, അതിൽ നിന്ന് തന്നെ തുടങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ്. നമ്മളെപ്പോഴും ഈ KGFൻ്റെ ഒരു നമ്മൾ രണ്ടാളും ചർച്ച ചെയ്തതാണ്. അത് KGF നിർത്തിയെടുത്തുന്നല്ല KGF 2 തുടങ്ങിയത്, കുറേ മാറിയതിന് ശേഷമാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇതിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ഇത് എവിടുന്നാണോ അവസാനിപ്പിച്ചത് അവിടുന്ന് തന്നെ തുടങ്ങണം, കണ്ടിന്യൂസ് ആയിട്ട് പോകണം. അതെ, അപ്പോൾ അതിൻ്റെ വൈബ്. ഇത് അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം ഒരു സംശയമുണ്ട്. കാരണം ഇതിന്റെ പേര് അങ്ങനെയാണ്, പേരാണ് പ്രശ്നം. കൽക്കി 3102 BC, മറ്റത് AD ആയിരുന്നു. ഇനി വരാൻ പോകുന്നത് BC ആണ്. അതും വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിരിക്കുന്നു. അപ്പൊ കൽക്കിയുടെ പിറവിയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, കഴിഞ്ഞിട്ടായിരിക്കണം അല്ലെ. ഏകദേശം അങ്ങനെയൊക്കെ ആയിരിക്കാം. സിനിമ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത് കൽക്കിയൊന്നും അടുത്ത പാർട്ടിൽ ഉണ്ടാവില്ല. അതായത് ഇപ്പോൾ പോയിരിക്കുന്ന സംഭവത്തിന് തന്നെ ശേഷം ഒരുപാട് കാര്യങ്ങൾ നടക്കാനുണ്ട്. അതെ, ഏത് രീതിയിലാണ് ഈ പേര് തന്നെ കൺഫേം ആണോന്ന് അറിയുന്നില്ല. പക്ഷെ മേ ബി ലാസ്റ്റിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും ആ ഒരു വർഷം എഴുതി കാണിക്കുന്നത്, പേര് അപ്പോഴായിരിക്കും സംഭവിക്കുന്നത്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. എന്താണെങ്കിലും വേറൊരു കാര്യം കൂടി പുറത്തു വന്നിട്ടുണ്ട്. കമൽ ഹാസൻ പറഞ്ഞത് ഇതുവരെ കണ്ടതൊന്നുമല്ല സുപ്രീം യസ്കിൻ. ഇനിയാണ് സുപ്രീം യസ്കിൻ എന്താണെന്ന് നിങ്ങൾ കാണാൻ പോകുന്നതെന്നാണ് പാർട്ട് 2. യെസ്, അതുപോലെ തന്നെ ഞങ്ങൾ പലരെയും പാർട്ട് 2 കാണാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സുപ്രീം യസ്കിനെ മാത്രമല്ല, ഞങ്ങള് പോരാട്ടം കാണാനുണ്ട് കുറെ പേരുടെ അല്ലേ. എന്തായാലും നാനി
ചിത്രത്തിൽ ഉണ്ടാവും എന്നുള്ളത് ഭയങ്കരമായിട്ടുള്ള റൂമേഴ്സ് ഉണ്ടായിരുന്നു. നാനി ഉണ്ടാവും, അത് പാർട്ട് 2-ലായിരിക്കും. പിന്നെ ദുൽഖറിൻ്റെ ശക്തമായ കഥാപാത്രം, പിന്നെ വിജയ് ദേവരകൊണ്ടയുടെ ഒരു കാമിയോ റോള് നോക്കാൻ പോകും. ഈ റാണാദഗൂതി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു, അത് പാർട്ട് 2-ലാണോ? അത് ഓരോരുത്തർ അടിച്ചിറക്കിയതാണോ? ഓരോരുത്തർ ഇമാജിൻ ചെയ്യുന്നതാണ്. അങ്ങനെ ഇന്ന രീതിയിൽ ആള് വന്നാൽ പിന്നെ ആൾ ഇതിന്റെ ചെറിയ രീതിയിൽ ചില കാര്യങ്ങളിൽ ബന്ധമുണ്ട്, അപ്പൊ അതുകൊണ്ട് മേ ബി വന്നേക്കാം എന്നുള്ള രീതിയിലാണത്. ഓക്കെ, ഇനിയിപ്പോ അടുത്തതിലേക്ക് ഉണ്ടെങ്കിലോ എന്നാണ് ആലോചിച്ചു കേട്ടോ. ചിലപ്പോ ഉണ്ടായേക്കാം, പറയാൻ പറ്റില്ല. അടുത്തതിൽ ഇപ്പൊ ആരൊക്കെ ഉണ്ടാവും നമുക്കൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, ആരൊക്കെ വരാൻ പോണെന്ന് അറിഞ്ഞുകൂടാ. എന്താണെങ്കിലും ഗംഭീരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് തിയേറ്ററിൽ പോയിട്ട് കാണുക, തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം, അത് മിസ് ചെയ്യരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.